ബനാറസ് റെയിൽവേ സ്റ്റേഷൻ. ഓട്ടോ ഷെയറിങ് അങ്ങനെ കാണുന്നില്ല. പിന്നെ റൂട്ട് ബസ് പോകുന്നില്ല എന്നാ പറയുന്നത് ഇവര്. കുംഭമേളന്റെ തിരക്ക് കാരണം അവിടെ എല്ലാം ബസ്സെല്ലാം നിർത്തി വെച്ചിരിക്കുകയെന്നാ പറയുന്നത്. അവിടെ നല്ല റഷാണെന്ന് പറയുന്നത്. ഇനി ഈ കാര്യങ്ങളെല്ലാം പോയി നോക്കിയാലേ അറിയും. അതല്ലേ പിന്നെ ഇവിടെ നിന്ന് മാറി വേറെ ഓട്ടോക്കാരനോട് വേറെ ഓട്ടോ സ്റ്റാൻഡിൽ പോയിട്ട് അന്വേഷിച്ച് നോക്കണം പോകുന്നുണ്ടോ എന്താ ഏതാന്നല്ലോ. ഇവിടുന്ന് ഇപ്പോ 250 പറഞ്ഞത്. ഇനി അന്വേഷിച്ച് നോക്കണം എത്ര ഉറുപ്പ്യ വരെ പോകുന്നു. ഏതായാലും ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ചോദിക്കട്ടെ വേറെ ആരെങ്കിലും ഷെയറിംഗ് ഉണ്ടോ ഇവിടുന്ന് ഒന്നിച്ച് പോവാൻ മാത്രം അന്വേഷിച്ച് നോക്കട്ടെ. അപ്പൊ പറയുന്നത് എന്താന്ന് വെച്ചാല് കുംഭമേള കാരണം നല്ല തിരക്കാണ് ഓരോ ദിവസം അനുഭവപ്പെടുന്നത്. തിരക്ക് കാരണം റെസ്ട്രിക്ഷൻസ് വന്ന് വെച്ചിരിക്കുക ഇവിടെ. ഇപ്പം ഗുരുബാഗ് എന്ന് പറഞ്ഞ സ്ഥലം വരെ വണ്ടികൾ വിടുന്നില്ലോ. അവിടുന്ന് കാശി വിശ്വനാഥ് ടെമ്പിൾ കാണണമെങ്കിൽ 1 മണിക്കൂർ നടക്കണം. 1 മണിക്കൂറിൽ 1 കിലോമീറ്റർ നടക്കണം. അപ്പൊ 1 കിലോമീറ്ററിന്റെ അവിടത്തം വരെ നമുക്ക് പോകാൻ പറ്റുന്നില്ല. ഇപ്പൊ അവിടത്തം വരെ 100 രൂപ ചേട്ടൻ പറഞ്ഞ നല്ല റേറ്റാ. ഷെയറിംഗ് ഒന്നും കിട്ടുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞല്ലോ നല്ല തിരക്ക. കുംഭമേള ഇവിടത്തേക്ക് പ്രയാഗ്രാജിൽ നിന്ന് 2.5 മണിക്കൂറില്ല. അപ്പോൾ ഒരുവിധം ആൾക്കാരെല്ലാം ഒരു ട്രയാങ്കിള് പോലെ പ്രയാഗ്രാജ് കുംഭമേളയും കഴിഞ്ഞ് നേരെ വാരാണസിയിൽ വന്ന് അയോധ്യയും കണ്ടിട്ട് തിരിച്ചു പോവാ. അപ്പോ എല്ലായിടത്തും തിരക്ക് പ്രതീക്ഷിക്കാം. റെസ്ട്രിക്ഷൻസും ബസ്സും ഇല്ലാന്നാ പറഞ്ഞ്, ലോക്കൽ ബസ്സും ഇല്ലാന്നാ പറഞ്ഞത്. ഓട്ടോക്കാര് കൊയ്ത്തന്നെ. പക്ഷെ ഈ ചേട്ടൻ 100 രൂപയ്ക്ക് നല്ല റേറ്റാ ചെയ്തെന്ന്. 250-200 രൂപയല്ല അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നോക്കാം. ഇലക്ട്രിക് ഓട്ടോ കോമൺ ആയിട്ട് ഇപ്പൊ ഇതാ കണ്ടുവരുന്നത് ഇവിടെ. ഓട്ടോ കൂടെ പോകുമ്പോ ബനാറസിന്റെ കാഴ്ചകൾ ഇങ്ങനെ കാണാം. കുലുക്കമുണ്ട്. റോഡിന്റെ കുലുക്കം. ഭയങ്കര കുലുക്കം.
ബനാറസ് എന്ന് പറയുമ്പം നമുക്ക് ആദ്യം ഓർമ്മ വരിക ബനാറസ് സാരിയാണ്. ബനാറസ് സാരി, സിൽക്ക് സാരീസ്, ബനാറസ് പട്ട് സാരി. പിന്നെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, ഒരു പഴയ മതില്, ഒരു പഴയ മതിലും ഗേറ്റും എല്ലാം കാണുന്നത്. എന്താ സംഗതി എന്നറിയില്ല. നല്ല നീറ്റില്, ഉള്ളില് നല്ല ഗാർഡൻ പോലെ നീറ്റിൽ വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയില്ല. പുറത്തുനിന്ന് ബോർഡൊന്നുമില്ല. പഴയ ഇഷ്ടികന്റെ മോഡല് കാണുമ്പോൾ പഴയതാ. പഴയ ബിൽഡിംഗ് ആയതെല്ലാം വളരെ കുറെ കൊല്ലം പഴക്കമുണ്ട്. ഇഷ്ടികയെല്ലാം കാണുമ്പോൾ ഇതെല്ലാം ബ്രിട്ടീഷിന്റെ സമയമില്ല സംഗതി. ഇഷ്ടിക 17th സെഞ്ചുറി ആ ടൈമില് ബ്രിട്ടീഷേഴ്സ് വന്നപ്പം ഉണ്ടാക്കിയതോ ഇഷ്ടികേന്റെ സംഗതി. അപ്പൊ ഏതായാലും മക്കളെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം വരുമ്പം നടക്കാൻ പ്രതീക്ഷിച്ചോ, നല്ലോണം നടക്കേണ്ടി വരും. ഇപ്പൊ കുംഭമേളക്ക് തന്നെ നല്ലോണം നടന്നു. ഒരു 5-6 കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് കുംഭമേളക്ക് ഇന്നലെ രാത്രി തൊട്ട് നടന്നിന്. അപ്പോ ബാക്ക് പാക്കെല്ലാം ഒന്ന് ചുരുക്കിക്കോ. അധികം വെയിറ്റ് ഒന്നും എടുക്കണ്ട. അത്യാവശ്യ സാധനങ്ങൾ മാത്രം എടുത്തോ. കാരണം ഈ വെയിറ്റും കൊണ്ട് നടക്കുക എന്ന് പറയുമ്പോ കുറച്ച് പണിയാ. കുംഭമേളക്കൊന്നും പെട്ടെന്ന് ഒരു ആളെ കിട്ടൂല സഹായത്തിന്, വെയിറ്റ് താങ്ങാനൊന്നും. നമ്മൾ തന്നെ നമ്മളെ ബാക്ക് പാക്കെല്ലാം എടുത്ത് നടക്കേണ്ടി വരും. അപ്പോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം വരുമ്പം കാഴ്ചകളെല്ലാം കാണണമെങ്കിലും എല്ലാ ആവശ്യങ്ങൾക്കും എല്ലാം സ്വന്തം ചുമക്കേണ്ടി വരും. അപ്പം ബാക്ക് പാക്ക് എത്രയും ലൈറ്റ് ആക്കണോ അത്രയും നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാം. എല്ലാവർക്കും അറിയാലോ അല്ലേ കാര്യങ്ങളെല്ലാം. അപ്പം എല്ലാ തീർത്ഥാടന കേന്ദ്രങ്ങളിലും ഇപ്പോൾ നല്ല തിരക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുക. ട്രെയിനിലാണെങ്കിൽ തിരക്ക്, ടിക്കറ്റ് ഇല്ല. ഏതായാലും ഈ സബർമതി എക്സ്പ്രസ് സ്പെഷ്യൽ ട്രെയിൻ ആയതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയ പൈസയില്ലും ടിക്കറ്റിന്, 60 രൂപ ടിക്കറ്റിനും ഇല്ലും. ടിക്കറ്റിനും പൈസ കുറവായിരുന്നു സബർമതി എക്സ്പ്രസ്സിൽ. കാലിയായതുകൊണ്ട് കിടന്ന് ഉറങ്ങുകയും ചെയ്തു. അതുകൊണ്ട് ക്ഷീണം അങ്ങോട്ട് കുറച്ച് മാറി കിട്ടി. ഇന്നലെ രാത്രിയെ തീരെ കിടന്ന് ഉറങ്ങിയിട്ടില്ല. മുമ്പിന് അവിടുന്ന് റൂം എടുത്തില്ല, ഭയങ്കര തിരക്ക്. ടെന്റില് അന്വേഷിച്ചപ്പം ടെന്റ് അവൈലബിൾ അല്ല എന്ന് പറഞ്ഞു. ഞാൻ പുലർച്ചെ 3 മണിക്ക് അന്വേഷിച്ചത്. പിന്നെ സിംഗിൾ ആകുമ്പോൾ അവർ തരാനും ഒരു മടി. അത് മാത്രമല്ല രാവിലെ 7 മണിയാകുമ്പോൾ നമ്മൾ എണീറ്റ് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 3 മണിക്ക് ടെന്റ് തരാന്ന് പറഞ്ഞു. അപ്പൊ ഈ 3 മണിക്ക് കിടന്നുറങ്ങിയാൽ പിന്നെ 7 മണിക്ക് എണീക്കാമെന്ന് സംശയമായതുകൊണ്ട് ഞാൻ പിന്നെ അത് വേണ്ടെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു 7 മണിക്ക് എണീക്കണം എന്ന് പറഞ്ഞു. എല്ലാവരും രാവിലെ ആകുമ്പോൾ എണീറ്റ് പോകും. അങ്ങനെ എന്തോ ഒരു പരിപാടിയാണ് അവര്. അപ്പൊ ഡീറ്റെയിൽസ് കൂടുതലൊന്നും ഞാൻ അന്വേഷിച്ചിട്ടില്ല. സംഗതിയുണ്ട്, സൗകര്യമുണ്ട്. ഫ്രീ ടെന്റ് ഉണ്ട്, പെയ്ഡ് ടെന്റ് ഉണ്ട്, അതുപോലെ ലോക്കർ റൂമുണ്ട്. സൗകര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. ഒന്നും കുറച്ചും കൂടെ ഇമ്പ്രൂവ്മെന്റ് നടത്താനുണ്ട്. ക്ലീൻലിനെസിന്റെ കാര്യങ്ങളിലെല്ലാം കുറച്ചും കൂടെ. രാവിലത്തെ ടോയ്ലറ്റും ആ വാഷ് ഏരിയാസ് എല്ലാം ഇല്ല സ്ഥലങ്ങളിലെല്ലാം ചില സ്ഥലങ്ങളിൽ വൃത്തികേടാണ്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുറച്ചും കൂടെ നന്നാക്കാനുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും പോലീസിനെ വെച്ചിട്ടുണ്ട്. വളണ്ടിയേഴ്സ് കുറവാണ് കാണുന്നത്. പക്ഷെ പോലീസ് എല്ലാ സ്ഥലങ്ങളിലും വെച്ചിട്ടുണ്ട്. എന്നാലും കുറച്ചും കൂടെ വളണ്ടിയേഴ്സ് ഉണ്ടായിരുന്നത് നല്ലതായിരുന്നു. കുളിക്കുന്ന ഭാഗത്തെല്ലാം ആൾക്കാരെ പറഞ്ഞ പോലെ ചിലയാൾക്ക് ഭയങ്കര തിരക്കാണ്. അങ്ങനെ ഈ തിക്കും തിരക്ക് ഉണ്ടാക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. ഏതായാലും നമ്മളെ സംഭവം വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ലാണ്ട് ഭംഗിയായി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. അതിനൊരു ഭാഗ്യം വേണം. അങ്ങനെ കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായി നടന്നു. വേറെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല കുംഭമേളക്ക് പോയിട്ട്. ഏതായാലും ഇപ്പൊ ഞാനുള്ളത് ബനാറസ്. ഇവിടുന്ന് ഞാൻ കാശി വിശ്വനാഥന്റെ അമ്പലത്തിന്റെ ഭാഗത്തേക്ക് പോവാണ്. അതാണ് വാരാണസി ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
ഓട്ടോ പോകുന്നോണ്ട് കുലുക്കം തന്നെയാണ്. പഴയ കെട്ടിടങ്ങളൊന്നും കാണാൻ തന്നെ ഇല്ല. ഏതായാലും നാളെ തൊട്ടിട്ട് കാഴ്ചകളെല്ലാം കാണാൻ ഇറങ്ങുന്നതായിരിക്കും. ഇന്ന് ഒന്ന് റെസ്റ്റ് ചെയ്യണം റൂമിൽ പോയിട്ട്. 2 ദിവസമായി നിവർന്നൊന്ന് കിടന്നിട്ട്. അപ്പോ ഇന്ന് പറ്റുമെങ്കിൽ ഇപ്പൊ ട്രെയിന് കിടന്നുകൊണ്ടൊന്ന് ക്ഷീണം മാറിയിട്ടുണ്ട്. പറ്റുമെങ്കിൽ വൈകുന്നേരത്തെ ഒന്ന്, ഇപ്പൊ സമയം 5 മണിയാവാനായി, 6 മണിക്കാന്ന് തോന്നുന്നു അവിടെ ആർത്തി. അപ്പൊ ആർത്തി കാണണമെങ്കിൽ ഇപ്പൊ പോയി കഴിഞ്ഞാൽ എത്തൂല. ശൃംഗേരി മഠം, ഈ കാണുന്ന ശൃംഗേരി മഠത്തിന്റെ ശൃംഗേരി മഠമാണത്. ശ്രീ ശാരദാ പീഠം ശൃംഗേരി മഠം. ഇതിനു മുമ്പേ ഞാൻ ഇവിടെ വന്നിന് വാരാണസിയില്. അപ്പൊ അന്ന് പഴയ അമ്പലം ഉണ്ടായിരുന്നു, കാശി വിശ്വനാഥ അമ്പലം. പഴയ അമ്പലം ഉണ്ടായിരുന്നു. പഴയ ആ ഒരു ഇടുങ്ങിയ, എന്റെ ഓർമ്മയില് ഇടുങ്ങിയ ഗലിയിലെല്ലാം നമ്മളിങ്ങനെ ക്യൂ നിന്നിട്ട് വേണം അമ്പലത്തിന്റെ ഉള്ളിൽ കയറാൻ വേണ്ടി. പക്ഷെ ഇപ്പൊ ഞാൻ വീഡിയോസ് എല്ലാം കണ്ട് പുതിയ അമ്പലമായി, പുതിയ കോംപ്ലക്സ് ആയി. അപ്പോ അതും കൂടെ ഒന്ന് കാണണം. കാഴ്ചകളെല്ലാം നിങ്ങളിൽ എത്തിക്കുകയും വേണം. എന്തൊക്കെയാ മാറ്റങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം അവിടെ ചെന്നിട്ട്. സമയം വൈകുന്നേരം 5 മണിയായി. ചെറിയൊരു തണുപ്പുണ്ട് ഇവിടെയല്ല. നോർത്തില് വൈകുന്നേരം രാത്രിയാകുമ്പോൾ നല്ല തണുപ്പുണ്ട്. ഒരു ജാക്കറ്റ് ഇട്ട് കഴിഞ്ഞാലല്ല, ഒരു സ്വെറ്റർ ഇട്ടാല് ഓക്കെ, കാര്യം ഓക്കെയാണ്. പിന്നെ അതുകൊണ്ട് യാത്ര ചെയ്യാനെല്ലാം പറ്റിയൊരു കാലാവസ്ഥ ഇപ്പം. നിങ്ങളും യാത്ര ചെയ്യുക ഈ സമയങ്ങളിൽ. കാരണം ഇനി 1-2 മാസം കഴിഞ്ഞ ഏപ്രിൽ, മെയ്, ജൂൺ നല്ല ചൂടാ. ജൂലൈ, ഓഗസ്റ്റ് മാസവും നല്ല ചൂടാ. പിന്നെ ഒന്ന് മഴ പെയ്യണം. ജൂലൈ ഓഗസ്റ്റിൽ ഒരു മഴ പെയ്താലാണ് ഒന്ന് ചൂട് കുറയുക. അപ്പൊ നോർത്തില് ഏപ്രിൽ, മെയ് നമ്മുടെ നാട്ടില് വെക്കേഷൻ സമയമല്ലേ ഇവിടെ വരികയാണെങ്കിൽ നല്ല ചൂടാ, വരണ്ട ചൂടാ. വെയിലും ഹ്യൂമിഡിറ്റിയും കൂടെ നമ്മളെ തളർത്തി കളയും, വേർത്ത് കുളിക്കും. ഇതാ ഇപ്പൊ ആണെങ്കിൽ നല്ല ക്ലൈമറ്റാ. ഏതായാലും എത്തട്ടെ, എന്നാലും അവിടെ അറിയാം എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് പരിപാടി പ്ലാൻ ചെയ്യാൻ പറ്റുക. എല്ലായിടത്തും നോക്കിക്കഴിഞ്ഞാല് സമൂസ, ജിലേബി, കച്ചോറി, പൂരി സബ്സി, ഇതെല്ലാമാണ് ഇവിടുത്തെ മെയിൻ ഭക്ഷണം. സമൂസ കോമൺ സാധന, കോമൺ. നമ്മളെ നാട്ടില് പഴംപൊരിയെല്ലാം പോലെ ഇവിടെ സമൂസ. അനങ്ങിക്കഴിഞ്ഞാൽ സമൂസ, ചായ്, ചെറിയ ചായ്. അത് പിന്നെ മട്കയിൽ തരികയാണെങ്കിൽ, മട്ക കപ്പിൽ തരികയാണെങ്കിൽ 20 രൂപ, അല്ലെങ്കിൽ 10 രൂപ കോമൺ ആയിട്ട്. ഈ പറഞ്ഞ പോലെ കുംഭമേളനെ കൊണ്ടൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ട്രാഫിക്. യുപിയിലില്ല, മറ്റ് സ്ഥലങ്ങളിലും കുംഭമേളന്റെ ഒരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോ പ്രയാഗ്രാജ് എന്നുള്ള ട്രാഫിക്, അല്ലെ ആളെ തിരക്ക്, അത് അതാണെങ്കിൽ വാരാണസി അല്ലെ ബനാറസിലും അനുഭവപ്പെടുന്നുണ്ട്. അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന, ഇവിടെ കാണാൻ വരുന്ന. അപ്പൊ ഇവിടെയും ആളെ തിരക്ക് കൂടുന്നുണ്ട്. റെസ്ട്രിക്ഷൻസ് ഏർപ്പാടാക്കേണ്ടി വരുന്നുണ്ട് ഇവിടെയും. അതുപോലെ കുംഭമേളന്റെ മേളയില്ല സ്ഥലത്തുനിന്ന് പ്രയാഗ്രാജ് ജംഗ്ഷനിലേക്ക് ഏകദേശം 5 കിലോമീറ്റർ ഉണ്ട്. ഷെയറിങ് ഓട്ടോ കിട്ടുന്നുണ്ട്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാല് വണ്ടി വരുന്നതിന് ആള് ഫുള്ളായിക്കൊണ്ടിരിക്കുക. അപ്പൊ ചിലത് ഗ്രൂപ്പല്ലായിട്ടാ വരുന്നത്. ഗ്രൂപ്പല്ലായിട്ട് വരുമ്പോന്ന് വെച്ചാൽ അവര് 5-6 ഗ്രൂപ്പ് ഉണ്ടാവും ഒരു ഗ്രൂപ്പില്. അപ്പൊ ഒരു ഓട്ടോയിലേക്കുള്ള ആൾ അവരെന്നെയായി. നമ്മള് സിംഗിൾ ആളെല്ലാം ആകുമ്പോൾ പെട്ടെന്ന് ഓട്ടോ കിട്ടൂല ഷെയറിങ്ങിന്റെ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട് ചില കാര്യങ്ങൾ. ഇപ്പൊ റെയിൽവേ സ്റ്റേഷനും ഇതേ പറഞ്ഞ പോലെ സിംഗിൾ ആയതുകൊണ്ട് പെട്ടെന്ന് ഷെയറിങ്ങിന് ഓട്ടോ കിട്ടുന്നില്ല.
അവര് ഗ്രൂപ്പ് 5-6 ആൾക്കാർ ഒന്നിച്ചിട്ട് അങ്ങോട്ട് ഒരു വണ്ടി എടുത്ത് പോവുക. പിന്നെന്ന് പറയുമ്പോ നമ്മൾ അങ്ങോട്ടേക്ക് എത്തുന്നതോറും ട്രാഫിക്കിലിപ്പം കണ്ട ഇവിടെ ഇപ്പൊ ഞാൻ തന്നെ ട്രാഫിക്കിൽ കുടുങ്ങിയിരിക്കുക. ഇങ്ങനെ മെല്ലെ പോക്കാം. ഇതിപ്പോ വൈകുന്നേരമാണെന്ന് പറയാം. എന്നാലും ഈ ബനാറസിലെ പോലെ സിറ്റികളിന് വാരാണസിയിലേക്ക് എത്താൻ ഇത്ര ടൈം വേണ്ട. ഇതിപ്പോ പുറത്തുനിന്ന് ഇങ്ങനെ ടൂറിസ്റ്റ് വരുന്ന കാണാൻ വേണ്ടി വരുന്ന ആൾക്കാരെല്ലാം തിരക്കുണ്ട്. അതിന്റെ എല്ലാം ഒരു ചെറിയൊരു ഭാഗമായിട്ട് തിരക്ക് കൂടുതലും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാല് അവിടെ ഇറങ്ങി ഗുരുബാഗിലിറങ്ങി സൈക്കിൾ റിക്ഷയിൽ പോവാം. സൈക്കിൾ റിക്ഷ കൊണ്ടുപോകുന്നുണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ അതൊരു നല്ല കാര്യം. അല്ലെങ്കിൽ നടക്കാം, എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. എന്തായാലും നടന്നേ പറ്റും. എന്നാലാണ് വാരാണസിയിൽ എത്തിക്കഴിഞ്ഞാൽ ഘാട്ടിന്റെ എല്ലാം കാഴ്ചകളെല്ലാം കാണുക. അപ്പം എല്ലാ ഘാട്ടും കാണണം. ഇപ്രാവശ്യം പുതിയ വന്നിട്ടുണ്ട് നമോ ഘാട്ട്. ഞാൻ മുമ്പേ പോയപ്പോ 5-6 കൊല്ലം പോയപ്പോ നമോ ഘാട്ട് ഇല്ല. ഇപ്പൊ നമോ ഘാട്ട് വന്നിട്ടുണ്ട്. നരേന്ദ്രമോദിജിന്റെ പേരിൽ നമോ ഘാട്ട്, അതും കാണണം പോയിട്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് മനസ്സിൽ. നമുക്ക് കാണാം, വീഡിയോയിൽ വരും. നാളെ തൊട്ടിട്ട് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് കവർ ചെയ്ത് വരാം. ഇതാണ് നമ്മൾ ഇലക്ട്രിക് ഓട്ടോ. പൊട്ടിപ്പൊളിഞ്ഞ കുറെ പഴയ ബിൽഡിങ്. പൊട്ടിപ്പൊളിഞ്ഞ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് പോസ്റ്റ് ഓഫീസ് ഇപ്പം ഉണ്ട്, വർക്കിംഗ് ആണ്. ലൈറ്റ് കണ്ട് അവിടെ പോസ്റ്റ് ഓഫീസിന്റെ ബോർഡ് കണ്ടില്ല? ഒരു വെസ്റ്റേൺ യൂണിയന്റെ ബോർഡും ഉണ്ട്. കമച്ച സബ് പോസ്റ്റ് ഓഫീസ് കമച്ച. അപ്പൊ ഇവിടെ നോർത്തില് ഹിന്ദി അറിയണം, സംസാരം അതൊരു മസ്റ്റ് തന്നെ. ഹിന്ദി അറിയണം. ഹിന്ദി അറിഞ്ഞാലേ കുറച്ചെല്ലാം പിടിച്ചെടുക്കാൻ പറ്റുക. അല്ല ഇംഗ്ലീഷും മലയാളം പിന്നെ കാര്യമില്ല. തമിഴ്, മലയാളം, കന്നഡ എന്നും പറഞ്ഞൊരു കാര്യമൊന്നുമില്ല. ആർക്കും അറിയില്ല, റിപ്ലൈ കിട്ടുകയില്ല. മലയാളി എന്നൊന്നും പറഞ്ഞൊരു കാര്യമൊന്നുമില്ല. ഹിന്ദി കുറച്ചെങ്കിലും അറിയണം. എന്നാലേ നമുക്ക് യാത്ര ചെയ്താൽ കാര്യങ്ങളെല്ലാം മനസ്സിലാകാൻ പറ്റുക. പിന്നെ ഹിന്ദി വായിക്കാനും കൂടെ അറിയണം നോർത്തിൽ വരുമ്പം. മഹാരാഷ്ട്ര, കർണാടകയിലെല്ലാം അവരവരെ ദേശീയ ഭാഷ അവരവരെ ഭാഷ നിർബന്ധമാക്കുമ്പം ഇവിടെയെല്ലാം ഹിന്ദിയിലാണ് കുറെയെല്ലാം ബോർഡ് വരുന്നത്. ഇംഗ്ലീഷിൽ വളരെ ചുരുക്കം ബോർഡാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ വായിക്കാൻ അറിയാമെങ്കിൽ വളരെയധികം നല്ല. ഹിന്ദി പെട്ടെന്ന് പഠിച്ചെടുക്കാം, അത്ര വലിയ പണിയൊന്നുമില്ല. വായിക്കാനും സംസാരിക്കാൻ പെട്ടെന്ന് പഠിച്ചെടുക്കാം. വായിക്കാനാണെങ്കിൽ അതും വേഗം പഠിച്ചെടുക്കാം. ഈ പറഞ്ഞ പോലെ ജാം പാക്കാണ്. ട്രാഫിക് ഈസ് ജാം പാക്ക്, ടൈറ്റ് ട്രാഫിക്, ബമ്പർ ടു ബമ്പർ ട്രാഫിക് എന്നെല്ലാം പറയുന്ന പോലെ നല്ല ടൈറ്റാ. അപ്പൊ ഈ 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ ചേട്ടന് മുതലാവും തോന്നുന്നില്ല എനിക്ക്. കാരണം സമയം പോയില്ലേ. സെൻട്രൽ ഹിന്ദു ഗേൾസ് സ്കൂൾ കമ്മച്ച. നമ്മളാ പോസ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞില്ലേ, കമ്മച്ച അവിടെ തന്നെ ഇല്ലത്. ഇപ്പം കമ്മച്ച തന്നെ ഇല്ലത്. ഈ ഒരു ബിൽഡിംഗ് കണ്ടുകൊണ്ടൊന്ന് വായിച്ചു നോക്കിയതാ എന്നാ സംഗതിന്ന്. ഫുൾ തിരക്ക് തന്നെ, നല്ല ടൈറ്റ് ട്രാഫിക്കാ. ഇവിടെ ബോർഡ് ഇട്ടിട്ടുണ്ട്. ബ്രൗൺ ബോർഡ് കാണുന്നുണ്ട്. അതിൽ ഞാൻ വായിക്കാം. കാശി വിശ്വനാഥ് ടെമ്പിൾ 1.5 കിലോമീറ്റർ. ദശശ്വമേധ് ഘാട്ട് അത് 1.5 കിലോമീറ്റർ, രണ്ടും നേരെ. സംകട്ട് മോചൻ മന്ദിറും 80 ഘാട്ട്
ഈ രണ്ട് സംഗതി 3 കിലോമീറ്റർ റൈറ്റിലോട്ട്. അപ്പൊ നമുക്ക് പോകേണ്ടത് മുമ്പോട്ട്. ചേട്ടൻ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ 1/2 കിലോമീറ്ററും കൂടെ പോയി കഴിഞ്ഞാൽ അവിടെ സ്റ്റോപ്പാണ്. അവിടുന്ന് പിന്നെ ഇതാ ഈ കണ്ട ഈ ബോർഡില് കാശി അശ്വമേധ് ടെമ്പിളും ദശാശ്വമേധ് ഘാട്ടും 1.5 കിലോമീറ്ററാണ്. അസ്സി ഘാട്ട് റൈറ്റില് 3 കിലോമീറ്റർ. അന്നപൂർണ മന്ദിർ ജാനേ കാ റസ്ത ബോർഡ് കിട്ടിട്ടുണ്ട്. അന്നപൂർണ മന്ദിർ എന്ന് കേൾക്കുമ്പോ ശ്രീ അന്നപൂർണേശ്വരിയെ നമഃ. അപ്പൊ അതൊരു സൗത്ത് ഇന്ത്യൻ പേരാണ്, അന്നപൂർണേശ്വരി. ഇവിടെ എന്തോ ഒരു ബിൽഡിംഗ് കാണുന്നുണ്ട്, എന്താന്ന് നോക്കട്ടെ. ഗുരുദ്വാരയാന്ന് കണ്ടിട്ട്. മുകളില് ഗുരുദ്വാര. ഈ കാണുന്ന ബിൽഡിംഗ് ഇത് ഗുരുദ്വാരന്റെ ബിൽഡിങ്ങിന്റെ ഒരു ഭാഗം. ഇത് ആ കാണുന്ന മുകളില് കാണുന്നുണ്ട്. ഇതില് എത്രത്തോളം ഇതൊരു ഗുരുദ്വാര. ഇതൊരു ഗുരുദ്വാര. ഏതാ ഗുരുദ്വാര എന്നറിയില്ല. ഇതൊരു ഗുരുദ്വാര. പറഞ്ഞു വരുന്ന ഗുരുബാഗ് എന്ന് പറയുമ്പോ ഇതന്നെ ഗുരുദ്വാരന്റെ ഭാഗമാണ്. ഇവിടെ എല്ലാം കണ്ട ട്രാഫിക് അങ്ങോട്ടേക്കില്ല. ഇവിടുന്ന് ഡൈവേർട്ട് ചെയ്ത് വിടുക. അപ്പൊ ഗുരുബാഗില് വന്നിറങ്ങി. ഇതാണ് ആ ഗുരുദ്വാര. ഗുരുദ്വാരയില്ലോണ്ടാണ് ഗുരുബാഗ് എന്നറിയപ്പെടുന്നത്. ഗുരുദ്വാര സാഹിബ് ഗുരുബാഗ് വാരാണസി. അപ്പൊ എനിക്ക് തോന്നുന്ന അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു 5 കിലോമീറ്റർ ഇല്ലോ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുനിന്ന്. ബനാറസ് റെയിൽവേ സ്റ്റേഷനിന്ന് വാരാണസിയിലേക്ക് ഒരു 5 കിലോമീറ്റർ ഇല്ലോ. അപ്പൊ ഇവിടുന്ന് ട്രാഫിക് റൈറ്റിലോട്ടാണ് വിടുന്നത്. ഇങ്ങോട്ട് മുമ്പോട്ടേക്ക് വിടുന്നില്ല. 1 വേ ട്രാഫിക് ആണ്. ഇനിയിപ്പോ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഇതിന്റെ നേരെ മുമ്പ് തന്നെ കൃഷ്ണ സ്വീറ്റ്സ് എന്ന് കാണുന്നുണ്ട്. ഒരു ചായ കുടിച്ചാലോ എന്ന് ആലോചിക്കാം. അല്ലേ ചോദിച്ചു നോക്കട്ടെ, ഇവിടെ നല്ല കച്ചോരി സമൂസ എല്ലാം എവിടെയാ കിട്ടുകയെന്ന് അന്വേഷിച്ചിട്ട് വേണം ബാക്കി. ഇവിടുന്ന് 1.5 കിലോമീറ്റർ. അവിടെ മുമ്പിൽ ടവർ കാണുന്നില്ലേ? അണ്ടർ കൺസ്ട്രക്ഷൻ ആണ് ആ ടവർ. ആ കാണുന്ന സംഗതി, ആ ടവർ അണ്ടർ കൺസ്ട്രക്ഷൻ. റോപ്പ് വേ ആണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തിനാണാവോ ഈ തിരക്കിന്റെ ഇടയിൽ ഒരു റോപ്പ് വേ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മുകളിൽ കൂടെ കാഴ്ചകൾ കാണാനോ? ഒരു ഡ്രോൺ പറത്തി പോലെ ഇങ്ങനെ ബനാറസ് അല്ലെ വാരാണസി സിറ്റി ഇങ്ങനെ കണ്ടുപോകാനാണോ റോപ്പ് വേ? എന്താ പറയണ്ടേ, ഭയങ്കരം തന്നെ കേട്ടോ. കാഞ്ഞ ബുദ്ധിയായിപ്പോയി. ഏത് അഡ്മിനിസ്ട്രേഷന്റെ റോപ്പ് വേന്റെ സംഗതിയാണിത്. കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അണ്ടർ കൺസ്ട്രക്ഷൻ ആണത്. ഇങ്ങനെയൊരു റോപ്പ് വേ ഇവിടെ ആവശ്യമുണ്ടോന്ന് തന്നെയാണ് ഇങ്ങനെ ഇപ്പൊ മനസ്സിലിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. വല്ല ആവശ്യമുണ്ടാ? ഏതായാലും നടക്കട്ടെ, ഒന്നിനൊരു കുറവ് വരുത്തണ്ട അല്ലേ? അപ്പൊ നമ്മള് ഗുരുബാഗിലിറങ്ങി നേരെ കാശി വിശ്വനാഥ് ടെമ്പിളിന്റെ ഭാഗത്തോട്ട് തന്നെയാണ് പോകുന്നത്.